വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കും. നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിൽ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ച് സുപ്രീംകോടതി. രാഷ്ട്രപതിക്ക് വിടുന്ന ബില്ലുകളിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. ബില്ലുകൾ തടഞ്ഞുവെച്ച തമിഴ്നാട് ഗവർണർ RN രവിയുടെ തീരുമാനം റദ്ദാക്കിയ സുപ്രീംകോടതി ഉത്തരവിലാണ് ഇക്കാര്യമുള്ളത്. രാഷ്ട്രപതിക്കും സമ്പൂർണ്ണ വീറ്റോ അധികാരമില്ല എന്ന് വിധിയിൽ പറയുന്നു. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സുപ്രീംകോടതി പറയുകയാണ്. അതായത് രാഷ്ട്രപതിക്കും ഒരു പ്രത്യേക കാലഘട്ടത്തിനപ്പുറത്തേക്ക്, ഒരു സമയപരിധിക്ക് അപ്പുറത്തേക്ക് ബില്ലുകൾ പിടിച്ചുവെക്കാൻ അധികാരമില്ല എന്ന് പറയുകയാണ്. വളരെ പ്രധാനമല്ലേ ഇത്? അനുജ, തീർച്ചയായിട്ടും ഈ ബില്ലുകൾ തടഞ്ഞുവച്ചതിനെതിരെ തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും അതിലുണ്ടായ ഉത്തരവിലാണ് ഇപ്പോൾ ഈ രാഷ്ട്രപതിയുമായി, അതായത് ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ രാഷ്ട്രപതിക്കും സമയപരിധി ഉണ്ട് എന്ന കാര്യം സുപ്രീം കോടതി ആ ഉത്തരവിലൂടെ പരാമർശിക്കുന്നത്. അതായത് രാഷ്ട്രപതിക്ക് വിടുന്ന ബില്ലുകൾ അത് രാഷ്ട്രപതിക്ക് സമീപം എത്തിയാൽ, ആ ബില്ലുകൾ എത്തിയാൽ 3 മാസത്തിനുള്ളിൽ തന്നെ തീരുമാനം എടുക്കണം. ഇനി ബില്ലുകൾ പിടിച്ചു വച്ചാൽ അതിന് വ്യക്തമായ കാരണം അത് രാഷ്ട്രപതി വ്യക്തമാക്കണം. എന്തുകൊണ്ടാണ് ഈ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ വൈകുന്നത് എന്ന കാര്യം വ്യക്തമാക്കണം. അല്ലാതെ ഇതിൽ കാരണമൊന്നും വ്യക്തമാക്കാനില്ലെങ്കിൽ അതൊരു അതിൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറും എന്ന ഒരു നിരീക്ഷണം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്, രാഷ്ട്രപതിക്കും സമ്പൂർണ്ണ വീറ്റോ അധികാരമില്ല എന്നുകൂടി സുപ്രീം കോടതി ഈ ഉത്തരവിലൂടെ പരാമർശിക്കുന്നു. നേരത്തെ ഗവർണറുടെ കാര്യത്തിൽ പറഞ്ഞിരുന്നു, ഗവർണർക്ക് അത്തരമൊരു വീറ്റോ അധികാരമില്ല. ആർട്ടിക്കിൾ 200-ൽ പറയുന്ന ഏതെങ്കിലും ഒരു വ്യവസ്ഥ പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് ബില്ലുകളുടെ കാര്യത്തിൽ എന്നത് ആ ഉത്തരവിലൂടെ പറഞ്ഞിരുന്നു. എന്തായാലും ഇതിൽ ഏറ്റവും നിർണായകമായി മാറുന്നത്, ഇതിൽ മറ്റൊരു വരി കൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതായത് രാഷ്ട്രപതി ഇത്തരത്തിൽ ബില്ലുകൾ പിടിച്ചു വച്ചാൽ, അല്ലെങ്കിൽ ഈ അനിശ്ചിതകാലത്തേക്ക് ഇത്തരം ബില്ലുകൾ അവിടെ കെട്ടിക്കിടന്നാൽ സംസ്ഥാനങ്ങൾക്ക് നിയമപരമായി കോടതികളെ സമീപിക്കുവാനുള്ള അധികാരമുണ്ട് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. അവിടെയാണ് ഈ കേരളത്തിൻ്റെ ഹർജി, അത് ഗവർണർക്കും രാഷ്ട്രപതിക്കുമെതിരായാണ് കേരളം ഹർജി നൽകിയിരിക്കുന്നത്. അവിടെ ആ കേരളത്തിൻ്റെ നിയമ പോരാട്ടത്തിന് ഗുണം ചെയ്യുന്ന ഒന്നുകൂടിയായി വിധി മാറും. കാരണം കഴിഞ്ഞ തവണ കേരള സർക്കാരിൻ്റെ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ തന്നെ ചൂണ്ടിക്കാട്ടിയത് ജസ്റ്റിസ് പർദിവാലയുടെ ബെഞ്ച് ഈ തമിഴ്നാട് ഹർജിയിൽ ഇത്തരമൊരു വിധി പറഞ്ഞിട്ടുണ്ട്, അത് കേരളത്തിൻ്റെ ഒരു കാര്യത്തിൽ കൂടി പരിശോധിക്കണം, ആ ബെഞ്ചിലേക്ക് കൂടി ഹർജി വിടണമെന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന് മുൻപാകെ അറിയിച്ചത്. അങ്ങനെയൊക്കെ വരുമ്പോൾ അന്ന് ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞിരുന്നു, ആ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ, അതായത് ഈ ഹർജിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം അതിലുണ്ടോ എന്നതെല്ലാം പരിശോധിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്തായാലും ആ സാഹചര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ഒരു പക്ഷേ കേരളത്തിൻ്റെ നിയമ പോരാട്ടത്തിന് ഗുണം ചെയ്യുന്ന ഒരു പരാമർശമാണ് ഈ ഉത്തരവിലുള്ളത്. അത് അടുത്ത തവണ കേരളത്തിന് ഹർജി പരിഗണിക്കുമ്പോൾ ഇത് ചൂണ്ടിക്കാട്ടാൻ ഇടയുള്ള ഒരു പരാമർശങ്ങൾ കൂടിയാണ്. അനുജ, അതാണ് വളരെ പ്രധാനം. നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെക്കുന്നതിൽ രാഷ്ട്രപതിക്കും സമയപരിധി നിശ്ചയിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. രാഷ്ട്രപതിക്ക് വിടുന്ന ബില്ലുകളിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ കാരണം സംസ്ഥാന സർക്കാരിനെ അറിയിക്കാൻ രാഷ്ട്രപതിക്ക് ബാധ്യതയുണ്ടൊപ്പം തന്നെ സമ്പൂർണ്ണ വീറ്റോ അധികാരമില്ല എന്നുകൂടി സുപ്രീം കോടതി സുപ്രധാന ഉത്തരവിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഗവർണർമാരുടെ അധികാരപരിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. അതിൽ തന്നെയാണ് ഈ ഉത്തരവുമുള്ളത്. ഇത് അപ്ലോഡ് ചെയ്ത സമയത്ത് ഇപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി അതിലുണ്ട് എന്നുള്ള വിശദാംശങ്ങൾ പുറത്തു വരികയാണ്.